ഹലോ എവരിവൺ, നമ്മളിപ്പോൾ നിങ്ങളുടെ പഞ്ചാബിൽ അമൃത്സറിലാണ്. അമൃത്സറിൽ വന്നു കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ദർബാർ സാഹിബ് അല്ലെങ്കിൽ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ വിളിക്കുന്ന ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകളും പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷനിലെ ആഹാരവും കഴിച്ച്, അതേപോലെ 1919 ജാലിയൻവാല കൂട്ടക്കൊല നടന്ന അവിടുത്തെ കാഴ്ചകളും, അതുപോലെ തന്നെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണുന്ന ആഗ്രഹിക്കുന്ന വാഗാ ബോർഡിലെ ഒരു പരേഡില്ലേ അതിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിൽ ഇവിടേക്ക് വരാനായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഡെയിലി അല്ല, ബുധനാഴ്ച ദിവസം ഓടുന്ന ഒരു ട്രെയിനേ ഉള്ളൂ. അത് കൊച്ചുവേളി അമൃത്സർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹലോ എവരിവൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ്. അമൃത്സറിൽ ഇപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ച കാണാനായിട്ട് വന്നതാണ്. പഞ്ചാബിലെ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിന്ന് വണ്ടി പിടിച്ച് നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന പാർട്ടീഷൻ മ്യൂസിയം ആട്ടോ. ഇന്ത്യ പാക് വിഭജന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയമാണുള്ളത്. അതേപോലെ നമ്മളിപ്പോൾ നേരെ ആ കാണുന്ന വഴിയിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നത്. അതിൻ്റെ ആ ഭാഗത്ത് തന്നെയായിട്ടാണ് ഏതാണ് നമ്മുടെ ജാലിയൻവാല ബാഗ് എല്ലാം കൂടെ ഉള്ളത്. ഇവിടെയൊക്കെ നോക്കി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി തന്നെയല്ലേ ബിൽഡിംഗ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഒരു കളർ പാറ്റേണും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പഴയ ബിൽഡിംഗ് ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ മൊത്തത്തിൽ കാണാനായിട്ട്, ആ ഒരു കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൽ ഇത്രയും ഭാഗത്ത് നല്ല വൃത്തിയായിട്ടാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇതുപോലെ സ്റ്റാച്ചു കാണാൻ പറ്റും. മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ ആണ്. ഇപ്പോൾ നോക്കി ഫുൾ വൈറ്റ് മാർബിളാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഈ കാണുന്ന ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ഏരിയ തന്നെയാണ് ജാലിയൻവാല ബാഗ് ഉള്ളത്. നമ്മൾ ആ ഒരു സ്ട്രീറ്റിലേക്ക് കയറിയാണ്. രണ്ട് സൈഡിലും ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും ഇത് നീറ്റായിട്ട് കിടക്കണേ നിങ്ങൾ നോക്കിക്കുക കണ്ടോ. ഇത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ഒരു രീതിയിൽ പണിതന്നെയാണ്. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഈ സൈഡിലുണ്ട്. ഇന്നിപ്പോൾ തിരക്ക് കുറവായിരിക്കുന്നവർക്കാണ് വന്നത്. നല്ല തിരക്കുണ്ട്. നമ്മളാ വന്ന ഭാഗത്ത് കുറേ നമുക്ക് ഇവിടെ നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ പരിചയപ്പെടുത്തരാം. ആഷിയുണ്ട്, ക്രിസ്റ്റിയുണ്ട്, പിന്നെ സിവചേട്ടൻ്റെ റൂമിലാണ് നമ്മൾ വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ എങ്ങോട്ടാണ് പോകുന്നത്? ജാലിയൻവാല ബാഗ്. ആ അപ്പോൾ ഞങ്ങൾ ആദ്യമേ ജാലിയൻവാല ബാഗിലെ കേട്ടോ പോകും. നമ്മുടെ നേരെ ഫ്രണ്ട് ഈ കാണുന്നില്ല കേട്ടോ ജാലിയൻവാല ബാഗിൻ്റെ എൻട്രൻസ്. അപ്പോൾ പെട്ടെന്ന് പോയി കാണത്തില്ല. ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താ റിനോവേഷൻ വർക്കൊക്കെ നടക്കുമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിവിടെ കയറിയിട്ട് നമുക്ക് അതിൻ്റെ എക്സിറ്റ് അപ്പുറത്തോട് വരാൻ പറ്റും. അതിന് ശേഷം നേരെ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നത്. മലാബിൻ്റെ അങ്ങോട്ട് കയറുവാട്ടോ. നമുക്കിവിടെ വേറെ എൻട്രി ഫീയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ചെക്ക് മാത്രമേ. കയറി കഴിയുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ ഇതേപോലെ ഒരുപാട് സ്റ്റാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യം അത് നമ്മൾ നേരിട്ട് കാണാനായിട്ട് പോകും. ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ചരിത്രമൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഞാനത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട്. ജസ്റ്റ് ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ കൂടുതൽ ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്നത് എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനകത്ത് കയറി വന്നു കഴിയുമ്പോൾ കാണുന്നൊരു ഭാഗ്യതാണ്. ഇതിനകത്ത് ഈ കാണുന്നത് എൻ്റെ ഗ്യാലറിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഗ്യാലറി തന്നെ കയറാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നൊരു വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് കേട്ടോ. മുകളിലേക്ക് പോയി നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും കേട്ടോ. ഈ കാണുന്നുണ്ട് ഇവിടുത്തെ ഒരു ലേ ഔട്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കണ്ടോ. ഞാൻ എന്തായാലും ഗ്യാലറിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വേണം. അവിടെ ഗാലറി 2 എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അവിടെ എന്താ ഉള്ളതെന്ന് പോയി നോക്കാം. നമ്മൾ അടുത്ത് വന്നതിന് ഇവിടെ ഒരു കിണറുണ്ട്. അതിങ്ങനെ അതിനെ ചുറ്റും കെട്ടി സംരക്ഷിച്ചേക്കുവാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടാനായിട്ട് ഈ കിണറിൽ വന്ന് ചാടിയായിരുന്നു.
അപ്പോൾ ഈ കിണറിൽ വന്ന് ചാടിയവർ അവർ എന്നാ അതിമൃഗീയമായിട്ട് കിണറിൻ്റെ കരയിൽ വന്നിട്ട് അവരെ വെടിവെച്ച് കൊന്നു. പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കോട്ടെ മൊത്തത്തിൽ. നമുക്കിതിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോക്കട്ടെ, കണ്ടോ, ഫുള്ള് കാണാൻ പറ്റത്തില്ല, കണ്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് വെട്ടായുണ്ടായിരുന്നു. നമ്മൾ കിണറിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നു കുറേ ഭിത്തികളിൽ കുറേ വൈറ്റ് സ്ക്വയറുകൾ കണ്ടു. എന്ന് വെച്ചാൽ ആ വെടിവെപ്പ് കാണുന്ന സമയത്ത് വെടിയുണ്ടകൾ വന്ന് കൊണ്ട ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ കണ്ടോ, ഈ കാണുന്നതൊക്കെയാണ് ബുള്ളറ്റ് മാർക്സാണ്. ഇതുപോലെ വേറെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ കാണിച്ചു നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പുറത്തേക്ക് പോയാലോ. വെടിവെപ്പിന് ഉത്തരവിട്ടതിന് ശേഷം ഈ ഭാഗത്ത് നിന്നാണ് അവർ വെടിവെച്ചെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു സാധനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ കിണറിൻ്റെ ബാക്ക് വശം തന്നെ കേട്ടോ. കണ്ടോ, ആ കാണുന്ന ആ കിണറാണ്. നമുക്കിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇത്രയും വർഷം കഴിഞ്ഞ് വന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ എന്താ ജസ്റ്റ് അങ്ങനെ കണ്ടു. പക്ഷെ അന്ന് അനുഭവിച്ച ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ചുറ്റും മതിൽ, അതിനകത്ത് മൊത്തം ആൾക്കാർ വന്നിട്ട് അവർക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റാതെ ഇങ്ങനെ ആ മരണത്തെ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചുണ്ട്. ഒരു ഭയങ്കരം തന്നെ ഒരു അവസ്ഥ തന്നെയല്ലേ. ഈ ഒരു ഭാഗത്തും കുടിവെള്ള സൗകര്യമൊക്കെ കിട്ടും. നേരെ ഫ്രണ്ടിൽ കാണില്ല, അതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഫുൾ ടൈം തെളിഞ്ഞിരിക്കുന്ന ദീപമൊക്കെ ഉണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. പക്ഷേ ഇപ്പോഴാട്ടോ ഇങ്ങനെയൊക്കെ. ഒരു വലിയൊരു ഗ്രൗണ്ടായിരുന്നു, പിന്നീട് ഇങ്ങനെ ഒരു മോണുമെൻ്റായിട്ട് മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുക. നമ്മൾ ആദ്യം അപ്പുറത്തെ ഭാഗത്ത് കണ്ടായിരുന്നു ബുള്ളറ്റ് കൊണ്ട വാളെന്നും പറഞ്ഞു. അതേപോലെ തന്നെ സെയിം സ്ഥലം തന്നെയാണ്. ഈ സ്ക്വയറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ല, അത് ബുള്ളറ്റ് കൊണ്ട ഭാഗങ്ങളൊക്കെയാണ്. കണ്ടോ, അതാണിങ്ങനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കറങ്ങി തിരിഞ്ഞ ആ ഒരു സ്മാരകത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അന്ന് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്മാരകമാണ് ഈ കാണുന്നത്. നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ വന്ന സമയം വെച്ചാൽ വളരെ മോശം സമയത്താണ് ശരിക്കും. അതുകൊണ്ടാണ് ഇത്ര വലിയ തിരക്കാത്ത. ശരിക്കും ടൂറിസ്റ്റ് സീസണിലല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ 1919 ഏപ്രിൽ 13 ജാലിയൻവാലാ കൂട്ടക്കൊല. അപ്പോൾ അന്ന് നടന്ന ആ സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ വന്ന് കാണാനൊരു അവസരം കിട്ടിയ വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ ആ സമയത്ത് വെടിവെപ്പ് ഉണ്ടായപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ബുള്ളറ്റുകൾ വന്നുകൊണ്ട് സ്ഥലങ്ങളൊക്കെയാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതൊക്കെ. അതിൽ ഇവിടുത്തെ ടൈമിംഗ് എന്ന് വെച്ചാൽ രാവിലെ 6:30 തൊട്ട് വൈകിട്ട് 7:30 വരെ കേട്ടോ. അതൊരു എൻട്രി ഫീ ഒന്നുമില്ല. നമ്മളെന്തായാലും ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റുന്നവർക്ക് മസ്റ്റായിട്ട് ഇത് കാണേണ്ടതാണ്. തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ വന്ന് കണ്ടിട്ട് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയാലും മതി. ആൾക്കാർ ഓടുമല്ലായിരുന്നു. നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നേരെ പുറത്തിറങ്ങോട്ട് അതവിടെ എക്സിറ്റ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ എന്താണ് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഒരു സ്ട്രീറ്റിലേക്ക് വന്നിറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുള്ള രണ്ട് സൈഡിൽ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉള്ള സ്ട്രീറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോയാലാണ് ഗോൾഡൻ ടെമ്പിൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. ഇവിടെ എനിക്ക് കാണാത്ത വെച്ചാൽ കൂടുതൽ ഇത് കൂടി ചെരുപ്പ് കടകളാണ്. കണ്ടോ, ഒരുപാടുണ്ട് ഇങ്ങനത്തെ. ഈ ചെരുപ്പാണ് ധോത്തി അങ്ങനെ എന്തോ അതിന് പറയുന്നുണ്ട്. രണ്ട് സൈഡിൽ ഒരുപാട് ഇങ്ങനത്തെ ചെരുപ്പ് കടകളാണ്. ഞാനത് 300 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം എത്രയാണ്. ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നേരെ ഫ്രണ്ടിൽ കാണാൻ പാകില്ല. അത് നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെമ്പിളിൻ്റെ ഒരു എന്നാ പറഞ്ഞാൽ ആരും കമാനം കാണാൻ പറ്റും. കണ്ടോ, ഈ കാണുന്നതുകൊണ്ട് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഏറ്റവും ടോപ്പ് വെച്ചാണ് ആ കാണുന്നത്. ഇവിടെ നമ്മളിങ്ങനെ സ്ട്രീറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുൾ തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക്. ഇപ്പോൾ ടെമ്പിളിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ.
നമുക്ക് ചെരുപ്പിട്ടോടെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ചെരുപ്പ് ഒരു ഇവിടെ സൂക്ഷിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് കുടിച്ചതിന് ശേഷം നമ്മൾ ഈ ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടാൽ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ചെരുപ്പ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാൻ കൊടുത്താൽ മതി. വിത്തൗട്ട് കോസ്റ്റാണ്, ഫ്രീ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചെരുപ്പ് കൊടുക്കുക, അവർ സൂക്ഷിച്ചു. നമ്മൾ ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കാനായിട്ട് കൊടുത്തിട്ട് നേരെ ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ പോകും. നമ്മൾ തലയിൽ ഒരു തുണി കെട്ടണം. അപ്പോൾ കെട്ടാനുള്ളവർ നമുക്ക് ഒന്നെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടാകും. നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ച് അതിനകത്ത് നമ്മളതിനകത്ത് ടെമ്പിളിൽ കയറി കണ്ടു കഴിഞ്ഞ ശേഷം തിരിച്ച് വന്ന് അവിടെ ഊരി വെച്ചേച്ചാൽ മതി. നമ്മുടെ കൈയൊക്കെ കഴുകണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ഥലമാണ് അത്. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമേ പോയിട്ട് നമുക്ക് തലയിൽ കെട്ടാനുള്ള തുണി എടുക്കട്ടെ. അവിടെ ഇതുണ്ട്, ഇതേപോലെ ധാരാളം ബോക്സുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഓർമ്മ എടുത്താണ്. താഴെ കെട്ടിയുള്ള വെള്ളം എടുത്തിട്ടാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിൽ ഗോൾഡൻ നമ്പർ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തലയിലേക്ക് കെട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ. നല്ല ചൂട്, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇതായിട്ട് ഇപ്പം എൻ്റെ അവസ്ഥ. എൻ്റെ നേരെ പുറകിലായിട്ട് ഇത് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റുന്നുണ്ടോ. നല്ല വെയിലാണ്. അപ്പം ഇപ്പോൾ ടൈലായിട്ട് നിൽക്കാൻ പോകാനായിട്ട് ഇതുപോലെ റെഡ് കളറിലുള്ള സാധനം ഇട്ടാണ്. എന്നിട്ട് നടന്ന പോലെയായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ മാർബിളൊക്കെ നല്ല പഴുത്ത് നിൽക്കുക വെയിൽ കൊണ്ടിട്ട്. പിന്നെ ആ സൈഡിലായിട്ട് ഇങ്ങനെ നമ്മുടെ പുൽപ്പറ്റ് പോലെ സാധനം ഇട്ടുണ്ട്. അതിലൂടെ പോയാലും കുഴപ്പമില്ല. ബാക്കി ഇതിനകത്തോടെ കിടന്നു കഴിഞ്ഞാൽ അയ്യോ നമുക്ക് പിന്നെ കാലം ഉറപ്പിച്ച് കുത്താൻ പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. നമ്മൾ അകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആദ്യമേ പുറത്ത് കണ്ടത്. അതേപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന സംവിധാനം അവിടെയുണ്ട്. നമുക്ക് ആവശ്യത്തിന് മേടിച്ച് കുടിക്കാം. നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ ക്യൂ ഇല്ല, അത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കയറാനുള്ള ആൾക്കാർ ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടിക്കാരോട് ചോദിച്ചു തിരക്ക് കുറവാണെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല, തിരക്കില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെന്നായിരിക്കും പുള്ളി പറഞ്ഞത്. പക്ഷെ നമുക്ക് ചൂടൊന്നും കൊള്ളാതിരിക്കാനായിട്ട് കണ്ടു. ഇവിടെ ഇതുപോലെ ഷാമിയാന പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. അതേപോലെ നമുക്ക് ഒത്തിരി ക്ഷീണം ഉണ്ടാകാതിരിക്കാനായിട്ട് വേറെ സംഭവം ചെയ്തു ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ചെറിയൊരു കൂളിങ് നമുക്ക് കിട്ടും. അതായത് ഇവിടെ AC ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കയറി പോകണം കേട്ടോ, ക്യൂ നിൽക്കാനായിട്ട്. നമ്മൾ കുറേ നേരം ക്യൂ വെക്കുന്ന ടെമ്പിളിൻ്റെ അകത്ത് കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ടാട്ടോ അവിടുത്തെ ഫോട്ടോയൊന്നും വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ഇവിടുത്തെ എന്താ പറയുക ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് പോകണം അവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ നേരെ അങ്ങനെ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അവിടെ വന്ന് അവിടെ കയറുന്നതിൻ്റെ എൻട്രൻസിൽ തന്നെയായിട്ട് പാത്രങ്ങളെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം മേടിച്ചുകൊണ്ട് മുകളിലേക്ക് വരും. മുകളിലുള്ള താഴെ ഏത് ഹാളിലാണ് വേക്കൻ്റ് ആയിട്ടുള്ളത് അങ്ങോട്ടേക്ക് അവർ നമ്മൾ വിടും. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ ആഹാരം വിളമ്പി തരുകയും ചെയ്യും. അത് നമ്മൾ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ എഴുന്നേറ്റ് വേറെ വഴിയുണ്ട്, അതിലൂടെ പോയിട്ട് നമ്മൾ താഴെ കൊണ്ട് പാത്രം കൊടുത്താൽ മതി. അവരത് മേടിച്ചുള്ളൂ. എന്നിട്ട് നമ്മൾ കൈ കഴുകി ഇറങ്ങിപ്പോകുന്ന വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അതായത് നമ്മൾ കൊണ്ടുവരുന്ന പാത്രങ്ങൾ മേടിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വെള്ളം വിളമ്പി തരാനായിട്ട്, അങ്ങനെ ഒരുപാട് സർവീസായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരാരും പൈസ മേടിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവരവരുടെ സർവീസിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു നേർച്ച പോലെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ടു മാർച്ചാണ്. അതേപോലെ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 2:15 തൊട്ട് വൈകിട്ട് 10:45 വരെ. അതേപോലെ ഞാനിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലാണ്. അതായത് നമ്മുടെ പഞ്ചാബിലുള്ള
വാഗാ ബോർഡർ. അവിടുന്ന് ഒരു പരേഡും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നേരിട്ട് കാണാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ കാണിച്ചു തരാം. ഇപ്പം സമയം 3 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ പരേഡ് കാണാനായിട്ട് ഇങ്ങനെ പോകുന്നോണ്ടിരിക്കുകയാണ്. നേരെ കാണുന്ന ആ റൂട്ടാണ് അമൃത്സറിലേക്ക് പോകുന്നത്. നമ്മൾ അവിടെ നിന്നാട്ടോ വന്നത്. ഇവിടുന്ന് ഏകദേശം അമൃത്സറിന് 32 കിലോമീറ്ററാണുള്ളൂ. ഇങ്ങോട്ട് ബസ് സർവീസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ബസ്സിന് വന്നാൽ ഇതൊക്കെ കാണാനൊക്കെ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കൊന്നും അറിയില്ല. ഞാൻ നോക്കിയിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒരു അപ്പൂപ്പൻ റിക്ഷയാവട്ടെ കേട്ടോ. പാവം ഈ വെയിലത്ത് മടുത്ത് കാണും. അപ്പോൾ നമ്മൾ വാഗാ ബോർഡറിൻ്റെ അവിടെ അല്ലെങ്കിൽ എന്താണ് അട്ടാരി ബോർഡറിൻ്റെ അവിടെ നമ്മളെത്തി. ഇവിടുത്തെ എൻട്രി ഫീ ഒന്നുമില്ല, ഇവിടെ ഫ്രീ ആണ്, എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് വെച്ചാൽ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ്. ശരിക്കും നമ്മളൊരു 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് പരേഡൊക്കെ കണ്ട് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ അത് ശൈത്യകാലത്താണെങ്കിൽ പരേഡ് സ്റ്റാർട്ട് ചെയ്യണത് 4:15-നും അതുപോലെ വേനൽക്കാലത്ത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5:15 ആവും. അതുപോലെ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ID മസ്റ്റായിട്ടും കരുതണം കേട്ടോ. അതുപോലെ പരേഡിന് ഒരു അരമണിക്കൂർ മുന്നേ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് മാക്സിമം നല്ലൊരു പൊസിഷനിൽ കയറി ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളിലൊക്കെ ചിലപ്പോൾ പ്രവേശനമൊക്കെ അവർ പെട്ടെന്ന് എന്താ പറയുക നിർത്തി വെച്ചിരിക്കുക. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന കേട്ടോ ഇവിടുത്തെ മെയിൻ പാർക്കിംഗ്. നമ്മൾ പുറത്ത് പാർക്ക് ചെയ്ത വണ്ടി വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കഴിഞ്ഞു വന്നാൽ പെട്ടെന്ന് വരാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്ന് ഇറങ്ങിപ്പോരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അപ്പം അങ്ങനെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കണ്ടോ നിറയെ വണ്ടികൾ വരുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ അടി മൊത്തം കാർ പാർക്കിംഗ് കേട്ടോ. നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും കൊണ്ട് നമുക്ക് VIP പാസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആളെ കിട്ടിയാൽ ഞങ്ങൾക്ക് VIP പാസ് കിട്ടിയപ്പോൾ അതിൻ്റെ അവിടെ ക്യൂ നിൽക്കുകയാണ്. അതിൻ്റെ നേരെ അപ്പുറ സൈഡിൽ ഉണ്ട്. അത് നോർമലായിട്ട് വന്ന ആൾക്കാരാണ്. വേറെ പാസ് ഒന്നും എടുക്കണ്ട. ഇവിടെ വന്ന് ജസ്റ്റ് ഒരു എൻട്രി ചെക്ക് ഉണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറിയത്. വേറെ ഒന്നും എഴുതി കൊടുക്കാനൊന്നുമില്ല. എന്നെ തിരക്കാൻ പോയി. നിങ്ങൾക്ക് നേരെ പഞ്ചാബിൽ അമൃത്സറിലേക്ക് വരാനായിട്ട് കേരളത്തിൽ നിന്ന് ഒരു ട്രെയിനുള്ളൂ ഡയറക്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് വന്നിട്ട് ധാരാളം ട്രെയിൻ കണക്ട് ചെയ്ത് പോരാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ട്രെയിൻ കൊച്ചുവേളി അമൃത്സർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതിൻ്റെ നമ്പർ തന്നെ 12483 അത് ബുധനാഴ്ച ദിവസം രാവിലെ 9:00 എടുത്തിട്ട് വെള്ളിയാഴ്ച 1:30 ആകുമ്പോഴത്തേക്ക് അമൃത്സറിൽ എത്തിച്ചേരും. ഏകദേശം 51 മണിക്കൂർ നമുക്ക് ട്രെയിനിനകത്ത് ട്രാവൽ ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു പോരാനാണെങ്കിൽ ഈ സെയിം ട്രെയിൻ തന്നെ ഞായറാഴ്ച ദിവസം രാവിലെ 5:55 ഇവിടുന്ന് പുറപ്പെട്ട് ചൊവ്വാഴ്ച ദിവസം 9:00 ആകുമ്പോഴത്തേക്കും ഈ ട്രെയിൻ എറണാകുളത്ത് എത്തിച്ചേരും. അത് ഇതിൻ്റെ നമ്പർ വരുന്നത് 12484. നമുക്ക് VIP പാസ് കിട്ടി കഴിഞ്ഞാൽ അവരൊരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവരത് മാച്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഐഡൻറ്റി കാർഡ് നോക്കിയിട്ട് നമ്മൾ നേരെ ഈ കാണുന്ന വഴി വിടും. മറ്റേ നോർമൽ ഉള്ള ആൾക്കാരാണ് സൈഡിൽ കൂടെ വേറെ വഴിയുണ്ട്, അതിലാണ് കയറ്റി വിടുന്നത്. അപ്പോൾ നമ്മുടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. ഇവിടുന്ന് ലാഹോറിന് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആദ്യമേ ട്രെയിനിൽ വന്ന സമയമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നിങ്ങളത് പറയാൻ വിട്ടുപോയിരുന്നത്. നമ്മളിപ്പോൾ വന്നാണ് ഈ ഭാഗയിൽ, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഇടയിലുള്ള ഒരേ ഒരു മുറിച്ച് കിടക്കൽ പാത കടന്നു പോകുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഈ പാതയില്ലേ, അതാണ് ആ പാത. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഈ വാഗയെ 2ആയിട്ട് വിഭജിച്ചു. അതിൽ പടിഞ്ഞാറൻ ഭാഗ പാകിസ്ഥാനിലും കിഴക്കൻ ഭാഗ ഇന്ത്യയുടെയും ഭാഗമായി പോയി. ഏഷ്യയിലെ ബെർലിൻ മതിൽ എന്ന് വിളിക്കപ്പെടുന്ന വാഗാ അതിർത്തിയിൽ എല്ലാ ദിവസവും ഇതുപോലെ പതാക താഴ്ത്തൽ ചടങ്ങ് നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് BSFകാരും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സുമാണ് ഈ ആവേശപരമായ പരേഡുകളൊക്കെ നടക്കുന്നത്. 1959 മുതലാട്ടോ ഈ മുടക്കമില്ലാതെ എല്ലാ ദിവസവും ഈ ഒരു ചടങ്ങ് നടന്നു വന്നത്. ഇന്ത്യയുടെ ഗാലറി ഇപ്പം നിറയെ ആൾക്കാരായി കേട്ടോ. ഫുള്ള് ഇവിടെ ഇരിക്കും വേറൊരു മൂഡാണ്, അല്ലെങ്കിൽ വേറൊരു വികാരമാണ് നമുക്ക് വരുന്നത്. അവരെ പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല, എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ പറയുക, നിങ്ങൾ വൺസ് ഒന്ന് ഇവിടെ വന്ന് ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഇവിടുത്തെ ഓരോ ചടങ്ങുകളൊക്കെ തുടങ്ങി കേട്ടോ. ഇവിടുത്തെ ചടങ്ങ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾ ബാക്കി വീഡിയോ കൂടെ കണ്ടാവും. അതിൽ നിങ്ങളോട് പറഞ്ഞു ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേന, അതായത് നമ്മുടെ BSFകാരും അതുപോലെ പാകിസ്ഥാൻ റേഞ്ചേഴ്സും ചേർന്ന് സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണിത്. അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളുടെ പ്രതിനിധികളായ ഓരോ പട്ടാളക്കാർ വീതം മാർച്ച് ചെയ്ത് വന്നിട്ട് ഗേറ്റിൻ്റെ അടുത്തെത്തുന്നു. എന്നിട്ട് മേലധികാരികളിൽ നിന്ന് സല്യൂട്ട് സ്വീകരിക്കുന്നു. അതിനുശേഷം അതിർത്തിയിലെ ഗേറ്റ് തുറക്കുന്നു. ആ ടൈമിൽ 2 പതാകകൾ ഒരേപോലെ താഴത്തേക്ക് ഇറക്കുകയും മടക്കി അതാത് ഓഫീസുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഗേറ്റ് അടയ്ക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ വാഗ അതിർത്തിയിലെ ചടങ്ങ്. പക്ഷെ അതിവിടെ നിന്ന് നമ്മൾ കാണുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞാൽ അത് വേറൊരു മൂഡ് തന്നെയാണ്. ഓരോ ഇന്ത്യക്കാരനും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ എന്തായാലും അത് കാണും.
ഞാനത് ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്കത് മടുപ്പല്ലത്.
പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ, അതുപോലെ ജാലിയൻ വാലാബാഗ്, പിന്നെ എന്താണ് വാഗാ ബോർഡറിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം. അതിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്തായാലും സജഷൻസ് കൊണ്ട് വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ കാഴ്ചകളെ കൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുക കേട്ടോ. അപ്പോൾ ഇത് കൂടെ ഇൻഫോർമേറ്റീവ്, അതുപോലെ ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.